കൊൽക്കത്തയിൽ ഞങ്ങളുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി. ബൽറാം, ഈ വിഷയം ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറിയിട്ടുണ്ട്. അത് സർക്കാരിനെതിരായ ഒരു വികാരമുണ്ടാക്കുന്നു എന്ന തരത്തിലേക്ക് പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു. ഗവർണറും ആ വിഷയത്തിൽ പ്രതികരിക്കുന്നു. അങ്ങനെ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് നൽകാനുള്ള വിശദാംശങ്ങൾ? അനുജ, തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുന്നു. വിഷയം കൂടുതൽ സങ്കീർണമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി അക്രമമുണ്ടായത് ഇവിടെയാണ്. ഈ സമരപ്പന്തലിനോട് ചേർന്ന് തന്നെയാണ് ഈ അത്യാഹിത വിഭാഗം ഉള്ളത്. താഴെ നിലയിലാണ് അത്യാഹിത വിഭാഗം. ഇവിടേക്കാണ് ഇന്നലെ രാത്രി അക്രമികൾ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം എത്തുകയും വലിയ തോതിലുള്ള അതിരൂക്ഷമായ അക്രമം അഴിച്ചുവിടുകയും ചെയ്തത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എത്രത്തോളം വലിയ അക്രമമായിരുന്നു ഇവിടെ നടന്നിരുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ ശക്തമായ പ്രതിഷേധം ഈ ജൂനിയർ ഡോക്ടറെ ക്രൂരബലാത്സംഗത്തിനിരയാക്കി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ സംസ്ഥാനത്തുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി ഈ ആശുപത്രിക്ക് പരിസരമുള്ള പ്രധാന റോഡുകൾ ഉൾപ്പെടെ പൂർണ്ണമായും സ്തംഭിച്ച നിലയിലായിരുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം സ്ത്രീകൾ അടക്കമുള്ള പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആശുപത്രിയുടെ ജനങ്ങൾക്ക് ആശ്രയമായ ഒരു ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ അത്യാധുനിക ഉപകരണങ്ങൾ അടക്കമുള്ള അവ തല്ലി തകർത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാർഡിയോളജി എമർജൻസിയിലേതാണ്. ഇവിടുത്തെ ഉപകരണങ്ങൾ അടക്കമുള്ളവ ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ പൂർണ്ണമായും തന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത്. വലിയൊരു ആൾക്കൂട്ടം തന്നെ, അത് ഒരു സ്വാഭാവിക പ്രതിഷേധമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ദൃശ്യങ്ങളിൽ ഇന്നലെ അക്രമം നടന്ന സമയം കൃത്യമായി ആ ക്ലോക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാത്രി 12:35 അക്രമകാരികൾ ഇവിടെ എത്തിയത്. സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ഒരു ക്രൂര സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണത്തിന് അപ്പുറത്തേക്ക് ഇതിന് പിന്നിൽ രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന് ഈ അക്രമം വ്യക്തമാക്കുന്നുണ്ട്. ഈ അത്യാഹിത വിഭാഗത്തിൽ ഉടനീളം പൂർണ്ണമായും ഉപയോഗശൂന്യമാക്കുന്ന നിലയിലുള്ള അക്രമം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന്റെ ഗുണ്ടകൾ ആൾക്കൂട്ടത്തിൽ നുഴഞ്ഞു കയറിയാണ് ഈ അക്രമം നടത്തിയത് എന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിക്കുമ്പോൾ തെളിവുകൾ നശിപ്പിക്കുന്നതിനും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനായി തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ് BJP അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ ആശുപത്രിയിലെ മരുന്നുകൾ അടക്കമുള്ള ഉപകരണങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുന്ന രീതിയിലുള്ള അതിരൂക്ഷമായ അക്രമം ഈ അത്യാഹിത വിഭാഗത്തിൽ ഇന്നലെ ഉണ്ടായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ തന്നെ അത് കൃത്യമായി സംസാരിക്കുന്നുണ്ട്. എന്തായാലും ദൃശ്യങ്ങളാണ് ഇപ്പോൾ ബൽറാം നെടുങ്ങാടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അവിടെ വലിയ അക്രമമുണ്ടായി ഇന്നലെ രാത്രി. അത് തെളിവുകൾ നശിപ്പിക്കാനാണ് എന്ന് യുവ ഡോക്ടറുടെ ബന്ധുക്കൾ ആരോപിക്കുമ്പോൾ അത് പ്രതിപക്ഷവും ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷമാണ് ഈ അക്രമത്തിന് പിന്നിൽ, ഇടത് പ്രവർത്തകരും BJPയുമാണ് എന്ന് മമതാ ബാനർജിയും ആരോപിക്കുന്നു.